ഹലോ, നമുക്കുണ്ടല്ലോ ഇതേപോലത്തെ ഒരു ഫ്ലവർ ഉണ്ടാക്കിയാലോ. ഇപ്പം എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ കാട്ടിത്തരാം. അപ്പം അതിന് നമുക്ക് ഇങ്ങനത്തെ ഒരു പാത്രം വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഒരു പേപ്പർ എടുത്തിട്ട് പേജ്, ഇതിപ്പോൾ വരയിട്ട പേപ്പറാണ്, ഏത് പേപ്പറാണോ എടുക്കുക, ഇതെടുത്തിട്ട് നിങ്ങളൊരു സർക്കിൾ സെറ്റ് ചെയ്യാം. ഇത്രയും എടുത്തിട്ട് പെൻസിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് കാട്ടാം. സോ നമ്മൾ സ്കെച്ച് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു ഇതിൽ തന്നെ നമുക്ക് രണ്ടെണ്ണം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് ഇവിടെ ഇരുന്ന് കുറച്ചധികം ബ്ലാങ്ക് ആയിട്ടുള്ള പേപ്പർ എടുക്കുക. പിന്നെ നമുക്ക് നല്ലൊരു മൂർച്ചയുള്ള കത്രി എടുത്തിട്ട് വെട്ടാം. വെട്ടിയിട്ട് കാണാം. ഓക്കെ, സോ നമ്മൾ ഒരു സർക്കിൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത്രയും വെട്ടിയപ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഉണ്ട്. സോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതെടുത്ത് വെട്ടിയെടുക്കാം. ഓക്കെ, നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇതിനകത്ത് ഇനി നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ കളേഴ്സൊക്കെ സൈഡിൽ മാറ്റി വെക്കാം. അപ്പം ഇത് പിങ്ക് ആണെങ്കിൽ നമുക്കത് ബ്ലൂ ചെയ്യാം. സോ ഞാൻ തരാം ഡാർക്ക്. ഓക്കെ, ഞാനിവിടെ വൈറ്റും ബ്ലൂ എടുത്തിട്ടുണ്ട്. കാണാൻ പറ്റും, വൈറ്റ് കാണാൻ പറ്റുള്ളൂ. വൈറ്റും ബ്ലൂ മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. സമ്മതിക്കുന്നത് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. പിന്നെ സൈഡിൽ ഇങ്ങനെ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. സോ നമുക്ക് ഇനി ഓരോന്നോരോന്ന് എടുക്കാം. ഓക്കെ, അപ്സ് തന്നെ നമ്മളിപ്പോൾ ഇതിങ്ങനെ പിരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തൊക്കെ ചെയ്യാം. പിന്നെ ഇത് ചെയ്യാൻ വേണ്ടി പശ വേണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിങ്ങനെ എടുക്കുക. ഒരു ഹാഫ് എടുത്തിട്ട് ഇതിൻ്റെ അത് വീണ്ടും നമുക്ക് ഇങ്ങനെ ചെയ്ത് ഒരു ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ഇനി പശ വേണം. അടുത്തൊരു ലെയർ ചെയ്യുമ്പോഴാണ് നമുക്കിനി പശ വേണ്ടത്. നമുക്ക് പേപ്പർ സർക്കിൾ ഇനിയും കൂടി വേണമെന്ന് തോന്നുന്നു. This is first layer is completed. പിന്നെ ഉള്ളിൽ കൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഇതിപ്പോൾ എങ്ങനെയുണ്ട്. അപ്പം ഇനി നമുക്ക് അടുത്ത ലെയർ ചെയ്യുമ്പോൾ പശയാണ് ആവശ്യം. സോ പശ ഇങ്ങനെ എവിടെയാണ് ഒട്ടിക്കാൻ പോകുന്നത്. ഗ്ലൂ ഇങ്ങനെ ആക്കി കൊടുക്കണം. ഓക്കെ, ഗ്ലൂ ഇതേപോലെ ആക്കി കൊടുക്കുക. കുറച്ചിങ്ങനെ so take the paper and put it in. അപ്പോൾ നമുക്കിത് ചെയ്ത് പോകാം. one paper only. So ലാസ്റ്റത്തെ പേപ്പറാണ് ഞാൻ ഒട്ടിക്കാൻ പോകുന്നത്. സോ
So this is the simple process. Okay, finish. നമുക്ക് ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കാം, കാരണം ഒട്ടാത്തേക്കുണ്ടെങ്കിൽ ഇനി ഒട്ടിക്കോട്ടെ. ഓക്കെ, ഇവിടെ ഇപ്പോൾ കവറായിട്ടുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എടുക്കാം. ഇതെടുക്കാൻ ഈസ് വെരി സിമ്പിൾ. സോ ഇതെടുത്ത് പൊക്കിയാൽ മാത്രം മതി. നിങ്ങൾക്ക് റോസിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് പറ്റും ചെറുതായിട്ട്. ഓക്കെ, അപ്പോൾ 3, 2, 1. Oh my god, this rose is very pretty. Oda poli. Okay. Oh, it's blue. Guys, അധികം കളറൊന്നും കാണുന്നില്ല. കഷ്ടം. സോ നമുക്ക് സൈഡിലായിട്ട് കളേഴ്സ് ഒക്കെ കൊടുക്കാം. ഗൈസ്, ഞാൻ കളർ അടിച്ചു, നോക്കുക, കാണാൻ പറ്റുന്നില്ല. എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല, ഇത് ഭയങ്കര സൺലൈറ്റ് അടിച്ചു പറ്റുന്നത്. ഓക്കെ, നല്ല കളേഴ്സ് ഒക്കെ അടിച്ചു. സോ ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്ത്. ദിസ് ഈസ് പിങ്ക് ആൻഡ് ദിസ് ഈസ് ബ്ലൂ. ബ്ലൂ കുറച്ച് ചെറുതാണ്, എന്നാലും കുഴപ്പമില്ല, സെറ്റായിട്ട് അത്ര. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടേ. സോ ഇവിടെ ചെടിയുണ്ട്, അപ്പം കണ്ടെടുക്കാം. നോക്കിയേ, എന്തിപ്പോൾ ഇങ്ങനെ നോക്ക്. It's looking like wow.